ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. യു ഐ ദ മൂവി ഡയറക്റ്റഡ് ആൻഡ് ആക്റ്റഡ് ബൈ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. കന്നഡ ഫിലിമാണ് യു ഐ ദ മൂവി. റിയൽ സ്റ്റാർ ഉപേന്ദ്രയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് സംവിധാനവും ചെയ്തത് ഉപേന്ദ്ര തന്നെയാണ്. ഉപേന്ദ്ര ഒരു ഓൾ ഇൻ ഓൾ ആളാണ് കന്നഡയിൽ. ആൻഡ് അതിലെ ആ യു ഐ ദി മൂവിയിലെ ചീപ്പ് എന്ന സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ബി ലോകനാഥാണ്. അറിയാം, കാന്താരയൊക്കെ ചെയ്ത പുള്ളിയാണ്. ആൻഡ് ഈ പാട്ട് പാടിയിരിക്കുന്നത് വിജയ് പ്രകാശ്, നഗാഷ് അസീസ്, ദീപക് ബ്ലൂ, അങ്ങനെ 3-4 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഉപ്പിയുടെ വൈബ് കാണാൻ പാ റസ്ലം ദൈവോ ശരിക്കും റെഡിയല്ല. ഇന്ത്യ ഭയങ്കര വൈബാണ്. എന്തൊക്കെ വേസ്റ്റ് സത്യം. ഉപേന്ദ്ര ഭയങ്കര വൈബാണ്. അതായത് ഉപേന്ദ്ര ഭയങ്കര ചില്ലാണ്. ഞാനത് കുറെ വീഡിയോസിൽ കുറെ പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. വൻ എനർജറ്റിക് ആണ്, വൻ കരിഷ്മയാണ്, പിന്നെ ഫുൾ ടൈം വൈബാണ്. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ടും രാജീവ് ഷെട്ടിയുടെ ഒരു സിനിമയിൽ 45 ദ മൂവിയാണെന്ന് തോന്നുന്നത്. അതിൽ ഉപേന്ദ്ര, ശിവണ്ണ, പിന്നെ രാജീവ് ഷെട്ടി. അപ്പോൾ ആ ഒരു പാട്ടിൽ ശിവണ്ണയും ഉപേന്ദ്രയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. സൂപ്പറായിട്ട്. അവരിപ്പോഴും ആ കോസ്റ്റ്യൂം, അത് എന്താ വെച്ചാൽ പഴയ മോഡൽ കോസ്റ്റ്യൂം ഒക്കെ ഇപ്പോഴും ആ ട്രെൻഡാക്കി ആ ഒരു നല്ല വൈബായിട്ട് എന്ന് വെച്ചാൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പം ബാലയ്യയുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഏജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉപേന്ദ്രയും ശിവണ്ണയൊക്കെ. പക്ഷെ അവരൊക്കെ വേറെ ലീഗാണ്. ശിവണ്ണയും ഉപേന്ദ്രയൊക്കെ അവരൊരു പ്രത്യേക ഓവറാണ് അവരൊക്കെ ചെയ്യുമ്പോൾ. അവര് ആ വൈബ് ചെയ്യുമ്പോൾ നമുക്ക് സത്യം ആ വൈബ് എഫക്റ്റ് ആവും. പക്ഷെ ബാലയ്യ ചെയ്യുമ്പോൾ നമുക്കത് കോമഡി ആയിട്ടേ തോന്നുന്നു. ഉപ്പിയൊക്കെ വേറെ ലെവലാണ്. ഇപ്പൊ തന്നെ ഈ പാട്ടിന് ആ വേഷങ്ങളൊക്കെ എങ്ങനെ അത് ഒരു കോമഡി ആയിട്ട് ഇവിടെയാണ് ഡയറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കയ്യിലുണ്ടാ എന്താ അത്തുവാക്കുകളുണ്ടോ ഫിഷിംഗ് ഞാൻ റിസപ്റ്റ് എത്തിയ പോലെ ഇരിക്കുന്ന വലിയ നഗാശാസിന്റെ വൈഫാണ്. ആർട്ട് വർക്ക് ഒക്കെ കണ്ട ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂംസ്, ഒരു ക്രിയേറ്റീവ് ആളാണ് സത്യം പറഞ്ഞ. എല്ലാം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഒരുപാട്. നമുക്ക് ഒരു ക്രിയേറ്റീവ് ആളാണ്, ഒരു വൈബ് ആളുമാണ്. ഇപ്പൊ തന്നെ കലീഷയിൽ തന്നെ പുള്ളി കൂലിയിൽ തന്നെ എടുത്ത് പറയാവുന്ന വൺ ഓഫ് ദി ഒരു നല്ല സീൻ എന്ന് പറയുന്നത് കലീഷയാണ്. ആ മാൻഷനില് ഉപേന്ദ്ര ഇറങ്ങി പറഞ്ഞ സീനും ആ ഫൈറ്റും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ കണക്കാണ്. ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പഴയ ഇത് ബിൽഡിങ് പാട്ടും കൊള്ളാം, നല്ല വൈബ് പാട്ടുണ്ട്. ഡാൻസ് ഉണ്ട്. ഫേസ് ഡെമോ ആണെന്ന് തോന്നുന്നു. ആ കോസ്റ്റ്യൂമിന്റെ വയസ്സ് കണ്ടിട്ട്
പാട്ട് കൊള്ളാം കേസ്. ചീപ്പ് എന്നാണ് പാട്ടിന്റെ പേര്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ആ ഒരു വൈബ്, ആ ഒരു എനർജി, ഒരു റിയൽ സ്റ്റാർ ആണ്. പുള്ളി തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, പുള്ളി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ പാട്ടിലെ സ്റ്റെപ്പ് കണ്ടില്ലേ, അതായത് പുള്ളി ഒരു, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപേന്ദ്ര. ഞാൻ കണ്ടുവന്നപ്പോൾ എനിക്ക് ഉപേന്ദ്ര ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഉപേന്ദ്ര ഞാൻ ആദ്യം കാണുന്നതും അല്ലു അർജുൻ്റെ ഒരു പടത്തിൽ വില്ലനായിട്ടാണ്. അത് സമന്തയും കൂടെ ഉള്ള ഒരു പടം. ആ പടത്തിന്റെ പേരെനിക്ക് മറന്നുപോയി. അല്ലു അർജുന് ആ വില്ലന്റെ വീട്ടിൽ പോയിട്ട് എന്തോ സ്വത്തെടുക്കാൻ വേണ്ടി, സന്തോഷ് സൂപ്പർ അതുപോലത്തെ സന്തോഷ് ലവ് അങ്ങനെ ഏതൊരു പടമാണ്. അതിൽ ഭയങ്കര എന്താ പറയുക, അല്ലു അർജുൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു സിനിമയിൽ വില്ലനായിട്ടാണ് ഞാൻ ഉപേന്ദ്ര, എനിക്ക് അങ്ങനെയാണ് അറിഞ്ഞു വരുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളിലായിട്ട് അറിയാം. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് കലീഷ, പിന്നെ ഇതുപോലെയൊക്കെ അറിയാം. ഉപേന്ദ്ര ഉണ്ട്, കബ്സ എന്നൊരു സിനിമ എന്തോ ഉപേന്ദ്ര ഉണ്ട്, KGF ടൈപ്പ് പോലത്തെ മൂവി, പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു. പുള്ളി പിന്നെ പഴയ ഭയങ്കര ഡയറക്ടറാണ്, കന്നഡയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെയൊക്കെ പുള്ളി ആ ഒരു ഓവറ, അതായത് കോമഡി റോൾ വന്നാലും അല്ലെങ്കിൽ തമാശ ഒരു വൈബ് വന്നാലും പുള്ളി അത് ചെയ്യും. ഞാൻ അത് ഈ ടപ്പാങ് എന്നൊരു ആഫ്രിക്കൻ ലെവലിലെ ഒരു സോങ് രാജീവ് ഷെട്ടിയുടെ 45 ദ മൂവിയിൽ ഉണ്ടായിരുന്നു. കന്നഡ ഫിലിം തന്നെയാണത്. അപ്പോൾ ഞാൻ അത് കന്നഡ സോങ് റിയാക്ട് ചെയ്തപ്പോഴും ഉപേന്ദ്രയൊക്കെ ആ ഡാൻസ് കളിക്കുന്ന ആ കണ്ണാടി, ആ പഴയ ഡ്രസ്സ്, അതൊക്കെ ഇട്ട് ഭയങ്കര വൈബിലാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. എനർജിയാണ് ആ പുള്ളിയെല്ലാം ഇപ്പോഴും ആ സ്റ്റിൽ വൈബിങ്ങിലാണ്. ഞാൻ അതാണ് നേരത്തെ, ഇതൊരു കമ്പാരിസൺ അല്ല, അതാണ് ഞാൻ പറഞ്ഞ ബാലയ്യയും പുള്ളിയും വരുമ്പം പുള്ളിക്ക് ഒരു ഓർമ്മയുണ്ട് ബാലയ്യക്ക്, പക്ഷെ അത് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലയ്യ ഇത് ഈ വേഷമൊക്കെ ഇട്ടെങ്കിലും വന്നാൽ ചിരിച്ചെല്ലാവരും. ഉപേന്ദ്ര വരുമ്പോൾ ആ കോമഡി തോന്നുന്നുണ്ട്. ആ ഒരു എനിക്കൊന്നും ആ വൈറ്റ് ഡ്രസ് ഇട്ടത് ദൈവത്തിന്റെ അല്ലെങ്കിൽ നല്ല ആള്, മറ്റത് സാത്താൻ ചീത്ത ആള്, അങ്ങനെ ആയിരിക്കും. ആ ഒരു ബേസിലാണ്, അതാണ് ചീപ്പ് ദ സോങ് എന്ന് പേരിട്ടുള്ളത്. പിന്നെ വിജയപ്രകാശ്, നഗാഷ്, അസീസ് എല്ലാം നിങ്ങൾക്ക് അറിയാം, തമിഴ് പാട്ടൊക്കെ ഒരുപാട് പാടുന്ന ആൾക്കാരാണ്. അത് റഹ്മാൻ സാറ്, അനിരുദ്ധ്, എല്ലാവരുടെ പടത്തിലും പാടുന്ന പാട്ടുകാരന്മാരാണ് അവരൊക്കെ. അങ്ങനെ അജനീഷ് കാന്താരയൊക്കെ അടിച്ച് പൊളിച്ച ആളാണ്. അജനീഷും ഒരു നല്ല കിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ലഹരി ഫിലിംസോ എന്റർടൈൻമെന്റ്സ് എന്താണ് ഇതൊക്കെ ചെയ്ത് ഈ സിനിമയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ആർട്ട് വർക്ക് ഒക്കെ കണ്ടില്ല ഗൈസ്, കൊള്ളാം. കാണുമ്പോൾ തന്നെ ഒരു ഫാന്റസി ഉലകത്തിലുള്ളതുപോലെ ആൻഡ് ഫാന്റസി ആൾക്കാരുടെ ആ ഒരു കോസ്റ്റ്യൂംസ്. അപ്പൊ പുള്ളിക്കാരൻ ആ ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്, പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്, ആ ഒരു ടാലന്റ് ഉണ്ട് ഡയറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഈ ലോകേഷ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും പുള്ളിയെ പോലത്തെ ഡയറക്ടറൊന്നും ഇന്ത്യയിലില്ല അങ്ങനെയൊക്കെയാണ്. അമ്മാതിരി സാധനങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലാതെ എല്ലാവരും അങ്ങനെ പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ റിയൽ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. സോ ചീപ്പ് ദി സോങ് നന്നായിട്ടുണ്ട്. ഒരു വൈബ് സായന ഉപേന്ദ്ര വൈബ്.